അതിരപ്പള്ളിയിലെ കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിക്കും പരിക്ക് എന്നുള്ള സംശയമാണ് ഇപ്പോൾ അവിടെ നിന്നും വരുന്ന ഒരു വാർത്ത. ആനയെ നിരീക്ഷിക്കാൻ വെറ്റിനറി ഓഫീസറെ നിയോഗിച്ചു. ആനയുടെ കാലിൽ പരിക്കുണ്ടെന്ന് കണ്ടെത്തിയാൽ തുടർ നടപടി ഉണ്ടാകും. വിവരങ്ങളുമായി ഇപ്പോൾ ലെവിൻ കെ വിജയൻ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്നും. ലെവിൻ, ഏഴാറ്റുമുഖം ഗണപതിക്ക് ഏത് തരത്തിൽ പരിക്കേറ്റു എന്നുള്ള ഒരു നിഗമനമാണ്. ഈ ആന ഏത് പരിസരത്താണുള്ളതിപ്പോൾ? ലക്ഷ്മി, കഴിഞ്ഞ 2 ദിവസമായി ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഗണപതിയുടെ കാലിൽ ഒരു പരിക്ക് പറ്റിയതായുള്ള സൂചനകൾ നാട്ടുകാർ പങ്കുവച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ വനവകുപ്പ് പ്രത്യേക നിരീക്ഷണം ആനയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. വാച്ചർമാരെ ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ വനംവകുപ്പിൻ്റെ വെറ്റിനറി ഓഫീസറായ ഡോക്ടർ ബിനോയ് തോമസിനെ ഉപയോഗിച്ചുകൊണ്ടുമാണ് ആനയെ നിരീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയുടെ കാലിൽ ഒരു ചെറിയ മുടന്ത് കണ്ടെത്തിയിരുന്നു. ആന നടക്കുന്നതിൽ ഒരു കാലിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് കണ്ടെത്തിയതായാണ് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും മറ്റും സംശയം പ്രകടിപ്പിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന അല്ലെങ്കിൽ നിരീക്ഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ ബിനോയ് തന്നെ നേതൃത്വത്തിൽ നടത്തിയ നിരീക്ഷണത്തിൽ ആനയുടെ 20 മീറ്റർ അടുത്ത് വരെ ചെന്ന് ആനയെ നിരീക്ഷിച്ചെങ്കിലും കാര്യമായ പരിക്ക് കാലിൽ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ വിശദീകരണം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തുടർന്നും 2 ദിവസം കൂടി ആനയെ നിരീക്ഷിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ആന ജനവാസ മേഖലയിൽ എത്തിയില്ല. ഇന്ന് ഈ പ്രദേശങ്ങളിലേക്ക് എത്തുമെന്നുള്ള കണക്കൂട്ടലിൽ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. ഡോക്ടർ ബിനോയ് തോമസും ഇതിൻ്റെ ഭാഗമായി ഈ ആതിരപ്പള്ളിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആനയെ കണ്ടെത്തിയാൽ ഏറ്റവും അടുത്ത് നിന്ന് നിരീക്ഷിച്ച് അതിൻ്റെ കാലിൽ പരിക്കുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അതിൻ്റെ സ്ഥിരീകരണം നടത്തിയതിന് ശേഷം ആനയ്ക്ക് പരിക്കുണ്ടെന്ന് കണ്ടെത്തിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കും. ഇതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ അടക്കമുള്ള അനുമതികളും ഉത്തരവുകളും വേണ്ടിവരും. ആനയ്ക്ക് ചികിത്സ നൽകണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആനയെ ഏതെങ്കിലും തരത്തിൽ പരിചരിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ സർക്കാർ ഉത്തരവുകളും വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവും ഉണ്ടായാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ആനയെ കണ്ടെത്തി അതിൻ്റെ കാലിൽ പരിക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. അതിരപ്പള്ളിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഈ ഏഴാറ്റുമുഖം ഗണപതിയെ പ്രേക്ഷകർക്ക് ഓർമ്മ കാണും. അന്ന് അതിരപ്പള്ളിയിൽ നേരത്തെ ചികിത്സയ്ക്ക് വിധേയനാക്കിയ ആ ആന മയക്കുവെടി കൊണ്ട് വീഴുമ്പോൾ താങ്ങി നിർത്തിയത് ഈ ഗണപതിയാണ്. അന്ന് ഗണപതി അവിടെ എത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിൽ ആ ഒരു കൃത്യത്തിൽ വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. എങ്കിൽ പോലും ആ ഒരു സ്നേഹം എല്ലാവരുടെയും മനസ്സിൽ കാണും. ആ ദൃശ്യങ്ങൾ നമുക്കാർക്കും മറക്കാൻ പറ്റാത്ത ദൃശ്യങ്ങളാണ്.